ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الحديث كتاب الله وأحسن السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, വിശ്വാസികളെ, പ്രപഞ്ചനാഥനായ അല്ലാഹുവെ സൂക്ഷിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ സമയത്തിലും സന്ദർഭത്തിലും സൂക്ഷിച്ചും പാലിച്ചും ജീവിക്കണേ എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു അവന്റെ സജ്ജനങ്ങളിൽ മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാമിലെ ഒരു സാങ്കേതിക ശബ്ദം ഇന്ത്യ രാജ്യം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒരു അന്തരീക്ഷത്തിലാണ് നമ്മളുള്ളത്. ലോകത്തെ വളർന്നുകൊണ്ടിരിക്കുന്ന വലിയ ജനാധിപത്യ രാജ്യമായതുകൊണ്ട് തന്നെ ലോകം മുഴുവൻ, ലോകത്ത് മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ താമസിക്കുന്ന രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്നുള്ളത് കൊണ്ടും ലോകം മുഴുവൻ ഈ ചർച്ച സ്വാഭാവികമായും ഉണ്ടായിരിക്കും. ഇന്നലെ പാർലമെന്റിൽ വഖഫ് നിയമം ലോക്സഭ പാസാക്കിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ദീർഘമായ സമയം ഒരുപക്ഷെ നമ്മുടെ മാധ്യമങ്ങളും സമൂഹവുമെല്ലാം രാഷ്ട്രീയ മേഖലയുമെല്ലാം അത് കുറേയധികം ചർച്ചകൾക്ക് വിധേയമാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇവിടെ നമുക്ക് പലപ്പോഴും വളരെ സങ്കടകരമായി തോന്നാറുള്ള ഒരു സംഗതി, സങ്കടകരം എന്ന വാക്ക് അത് പ്രയോഗിക്കേണ്ടതുണ്ടോ എന്നറിയില്ല. പൊതുവിൽ ഇസ്ലാമിന്റെ എല്ലാ സാങ്കേതിക പദങ്ങളും ഇസ്ലാമിന്റെ ആരാധനകളും ഇസ്ലാമിലെ അനുഷ്ഠാനങ്ങളും ഇസ്ലാമിലെ നിയമങ്ങളുമെല്ലാം സമൂഹത്തിൽ തെറ്റിദ്ധരിപ്പിക്കാൻ വ്യാപകമായ ശ്രമങ്ങൾ ലോകത്താകമാനം നടന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഭാഗമായി വഖഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും വലിയ തെറ്റിദ്ധാരണകൾക്ക് കാരണമാക്കുന്ന തരത്തിൽ ഇവിടെ അതുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രചാരണങ്ങൾ നടക്കുന്നു എന്നുള്ളത് നമുക്കറിയാവുന്ന സംഗതിയാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിലെ ഏതൊരു കാര്യവും വിശ്വാസിക്കുന്നതുപോലെ വിശ്വാസിയോടൊപ്പം ജീവിക്കുന്ന സമൂഹത്തിലെ എല്ലാ ആളുകൾക്കും അതുകൊണ്ട് ഗുണമല്ലാതെ ദോഷം ഒട്ടും ഉണ്ടാവുകയില്ല. ഏത് കാര്യം എടുത്തു പരിശോധിച്ചാലും ഒരു മുസ്ലിം ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ച് ഖുർആൻ പറഞ്ഞല്ലോ, കശജറത്തിൻ ത്വയ്യിബ, അതൊരു നല്ല വൃക്ഷം പോലെയാണ്. ഒരു മരം ഒരു നാട്ടിൽ ഒരു പ്രദേശത്ത് എന്തെല്ലാം ഗുണങ്ങൾ അതുകൊണ്ടുണ്ടോ, അവിടുത്തെ പറവകൾക്ക് കൂടുകൂട്ടാം, യാത്രക്കാർക്ക് തണലുകൊള്ളാം, ഒരുപാട് ഗുണങ്ങൾ മരങ്ങളെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. എന്നതുപോലെയാണ് ഒരു വിശ്വാസി, ഒരു മുസ്ലിം ജീവിക്കുന്നിടത്ത്, ഇസ്ലാം നിലനിൽക്കുന്നിടത്ത് ആ സമൂഹത്തിന്, ആ നാടിന്, ആ നാട്ടുകാർക്ക്, അവിടെ ജീവിക്കുന്ന ജനങ്ങൾക്ക്
ഗുണമല്ലാതെ ഒരിക്കലും ദോഷം സംഭവിക്കുകയില്ല. അതിന് ഇസ്ലാമിലെ ആരാധനകൾ എടുത്തു പരിശോധിച്ചാലും മതി. മറ്റുള്ളവനെ പ്രയാസപ്പെടുത്തുന്ന, ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരാരാധനയും ഇസ്ലാമിലില്ല. ഇസ്ലാമിലെ ആരാധനകളുടെ പേരിൽ മറ്റേതെങ്കിലും മതത്തെ മറച്ച് മൂടിപ്പുതക്കേണ്ടി വന്ന ഒരവസ്ഥ ഇന്ത്യ രാജ്യത്തോ ലോകത്ത് എവിടെയെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ? എവിടെ ഉണ്ടാവില്ല. ഒരു മതത്തിന്റെ ആരാധനയോ ഇസ്ലാമിന്റെ ആഘോഷത്തിന്റെ പേരിൽ ലോകത്ത് ഏതെങ്കിലും ഒരു മനുഷ്യൻ ആക്രമിക്കപ്പെട്ടതിന്റെ പല ആഘോഷങ്ങളും നടക്കുമ്പോഴാണ് പല മതവിഭാഗങ്ങളും ആ റാലിയോടനുബന്ധിച്ച് അവിടുത്തെ വീടുകൾ ആക്രമിക്കപ്പെടുന്ന, കൊള്ളയടിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുള്ളത്. എന്നാൽ ഇസ്ലാമിന്റെ ഏതെങ്കിലും ഒരു ആഘോഷത്തിന്റെ പേരിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ ആ നിലക്കുള്ള പ്രയാസം നേരിട്ടതായി എവിടെയും നമുക്ക് കാണുക സാധ്യമല്ല. അങ്ങനെ ഒരു സംഗതിയല്ല ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസത്തിന് 60-ലധികം ശാഖകളുണ്ട്, 70-ലധികം ശാഖകളുണ്ട്. അതിലെ ഏറ്റവും ഉത്തമമായത്, ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്, പ്രധാനപ്പെട്ട ഇസ്ലാമിന്റെ ബ്രാഞ്ച് എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിന്റെ ഏറ്റവും താഴെ നിൽക്കുന്നത് വഴിയിൽ നിന്നുള്ള ഉപദ്രവങ്ങൾ നീക്കം ചെയ്യലാണ്. ലോകത്തെ എല്ലാ മനുഷ്യന് സേവനം ചെയ്യുന്നതിനെയും മതം നന്മയായി പഠിപ്പിച്ചു. പച്ചക്കരളുള്ള ഏതൊരു ജീവിക്ക് നന്മ ചെയ്താലും അതിന് പുണ്യമുണ്ട് എന്നതാണ് ഇസ്ലാമിന്റെ അധ്യാപനം. നമ്മുടെ മാനവികതയെ, മനുഷ്യത്വത്തെ, സാമൂഹികതയെ ഇത്രമേൽ ഉയർത്തിപ്പിടിച്ച ഒരു ജീവിത ശൈലി, മതം, വിശ്വാസം എന്ന് പറയുന്നത് ഇസ്ലാമിനോളം ലോകത്ത് നമുക്ക് എവിടെയും കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ വഖഫ് എന്നല്ല, നമസ്കാരവും സക്കാത്തും സ്വതക്കയും നോമ്പും എന്താരാധനയാകട്ടെ, അതുകൊണ്ടൊക്കെ അപരന് ഗുണമല്ലാതെ പ്രയാസം ഉണ്ടാവുകയില്ല എന്നതാണ് മതത്തിന്റെ പ്രത്യേകത. മതത്തെ അന്ധമായി, ഇസ്ലാമിനെ അന്ധമായി വിമർശിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇല്ലാത്ത കഥകൾ മെനഞ്ഞുണ്ടാക്കുകയും ഇല്ലാത്ത പ്രശ്നങ്ങൾ അറിവില്ലാത്ത ആളുകൾ അത് ഉപയോഗിച്ച് തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്ന രീതിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. യഥാർത്ഥത്തിൽ വഖഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുറച്ച് മുമ്പൊരു തവണ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു എന്നാണ് ഞാൻ ഓർക്കുന്നത്. വഖഫ എന്ന് പറഞ്ഞാൽ നിന്നു എന്നാണ്. വഖഫ എന്ന് പറഞ്ഞ അർത്ഥത്തിന്റെ അർത്ഥം, ആ വാക്കിന്റെ അർത്ഥം നിന്നു എന്നാണ്. ഇവിടെ വഖഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ടതാണ്. അദ്ദേഹത്തിന്റെ മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് ഉദ്ധരിക്കുന്നത്. അന്ന അബാഹു അസ്വാബ അർദൻ ബിഖൈബർ. ഖൈബർ യുദ്ധം കഴിഞ്ഞ് അതിന്റെ യുദ്ധമുതലുകൾ, ഗനീമത്ത് സ്വത്ത് വീതം വെച്ചപ്പോ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പ അഥവാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഭൂമിയാണ്, ഒരു സ്ഥലമാണ് ഗനീമത്ത് സ്വത്തായി ലഭിച്ചത്. ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹി ഇന്നി അസബ്തു അയ്ലൻ അർലൻ ബിഖൈബർ. എനിക്ക് ഖൈബറിൽ കുറച്ച് ഭൂമിയാണ് കിട്ടിയത്. വലം മുസ്ലിം മാലൻ ഖത്തു അഹബ്ബു ഇലയ്യ വലാ അൻഫസ ഇൻദി മിൻഹാ. അതിനേക്കാൾ അമൂല്യമായ, അതിനേക്കാൾ എനിക്കിഷ്ടമുള്ള ഒരു സ്വത്തും എന്റെ കയ്യിലില്ല. നമ്മൾ ശ്രദ്ധിക്കണോ? ഏറ്റവും വിലപിടിപ്പുള്ളത്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സമ്പത്ത് അതാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാചകം എന്താ അറിയോ? അതുകൊണ്ട് ഇന്നി ഖദ് അറദ്തു അൻ അതഖറബ ബിഹാ ഇലല്ലാഹി അസ്സ വജൽ. എനിക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഒരു അല്ലാഹുവിലേക്ക് അടുക്കാൻ പറ്റിയ ഒരു നന്മ ചെയ്യണം. ഒന്നുമില്ലാത്തതല്ല അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ കൊടുക്കുക, ഒട്ടും ഇഷ്ടമില്ലാത്തതല്ല മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്. ഏറ്റവും ഇഷ്ടപ്പെട്ട, എന്റെ അടുത്ത് ഏറ്റവും അമൂല്യമായത്. അതുകൊണ്ട് എനിക്ക് അള്ളാഹിന്റെ അടുക്കുന്ന കൂലി കിട്ടണം. ഞാൻ എന്ത് ചെയ്യണം? എന്താണ് അങ്ങേക്ക് എന്നോട് കൽപ്പിക്കാനുള്ളത്? നബി പറഞ്ഞു, നീ വിചാരിക്കുകയാണെങ്കിൽ നിനക്ക് എന്തു ചെയ്യാം? അതിന്റെ അസ്ലിനെ നിലനിർത്തി അത് സദഖ ചെയ്യാം. ആ ഭൂമി വിൽക്കാതെ അവിടെ നിലനിർത്തുക. അതിൽ നിന്ന് എന്തൊക്കെ മൻഫഅത്തുകൾ, എന്തൊക്കെ പ്രയോജനങ്ങളുണ്ടോ അതൊക്കെ അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് പോട്ടെ. ഇതിനാണ് വഖഫ് എന്ന് പറയുന്നത്. ഒരു വസ്തു അവിടെ നിലനിർത്തുന്നു, അതിന്റെ ഗുണങ്ങൾ എന്തു ലക്ഷ്യത്തിനാണോ കൊടുത്തത്, പള്ളിക്ക് വേണ്ടിയാണെങ്കിൽ പള്ളിക്ക് അതിന്റെ ഗുണമെടുക്കാം, അതിൽ നിന്നുള്ള എന്താ പറയാ വരുമാനം എടുക്കാം. മദ്രസക്ക് വേണ്ടിയാണെങ്കിൽ അതിന്, അള്ളാഹുവിന്റെ മാർഗത്തിലാണെങ്കിൽ അതിന്, ദഅവ മേഖലയിലാണെങ്കിൽ
അനാഥകൾക്ക് വേണ്ടിയാണെങ്കിൽ അതിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കൊടുത്തു. എന്നിട്ട് അതിനെ വിശദീകരിക്കുന്നുണ്ട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഫതസദ്ദഖ ബിഹാ ഉമർ റളിയല്ലാഹു അൻഹു അത് സദഖയായി അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലേക്ക് കൊടുത്തു. അന്നഹു ലാ യുബാഉ അസ്ലുഹാ, ആ ഭൂമി വിൽക്കപ്പെടാൻ പാടില്ല, വലാ യുബ്താഉ, അത് വാങ്ങപ്പെടാൻ പാടില്ല, വലാ യുവറസ്, പിന്നെ അനന്തരാവകാശികൾക്ക് അത് അനന്തരമായി എടുക്കാൻ പാടില്ല, വലാ യൂഹബ്, ആർക്കും അത് സമ്മാനമായി കൊടുക്കാൻ പാടില്ല. ആ ഭൂമി അവിടെ നിലനിൽക്കും. എന്നിട്ട് അതിന്റെ ഗുണങ്ങൾ, അതൊരു തോട്ടമാണെങ്കിൽ അതിന്റെ ഉൽപ്പന്നം, അതൊരു പള്ളി കെട്ടാൻ പറ്റിയ സ്ഥലമാണെങ്കിൽ അവിടെ പള്ളി നിർമ്മിക്കുക. ഇതാണ് വഖഫ് എന്ന് പറഞ്ഞാൽ. ആർക്കൊക്കെ കൊടുക്കാം, അനാഥകൾക്ക് കൊടുക്കാം, പാവങ്ങൾക്ക് കൊടുക്കാം, വിദ്യാഭ്യാസത്തിന് കൊടുക്കാം, പള്ളിക്ക് കൊടുക്കാം, മദ്രസക്ക് കൊടുക്കാം, ഖബർസ്ഥാന് കൊടുക്കാം. ഇന്ത്യ രാജ്യത്തെ വഖഫ് സ്വത്തെടുത്ത വലിയൊരു വിഭാഗവും ഖബർസ്ഥാനുകളാണ്. കുറെ ദർഗകളുണ്ട്, വലിയൊരു വിഭാഗവും ഖബർസ്ഥാൻ. ഒരുപാട് ഏരിയ യതീംഖാനകളുടേതാണ്, അനാഥകളുടേതാണ്. സമൂഹത്തിൽ അധസ്ഥിത വിഭാഗങ്ങൾക്ക് വേണ്ടിയാണ് ഈ നിലക്ക് ലോകത്താകമാനം കോടാനക്കോടി എണ്ണിയാലൊടുങ്ങാത്ത അത്ര വലിയ സമ്പത്ത് ഈ മേഖലയിൽ, വഖഫിന്റെ മേഖലയിൽ ലോകത്ത് വിശ്വാസികൾ ദാനം ചെയ്തു. അപൂർവീകർ ആവേശത്തോടു കൂടിയാണ് ഇത്തരം കാര്യങ്ങൾ ഏറ്റെടുത്തത്. അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ ബൈറുഹാ തോട്ടം മദീന പള്ളിയോട് ചേർന്ന് നിൽക്കുന്ന, ഇന്ന് മദീന പള്ളി ബൈറുഹാ തോട്ടത്തിലേക്ക് വികസിച്ചു വളർന്നു വന്നിട്ടുണ്ട്. മദീന പള്ളിയുടെ ചെരുവിൽ അടുത്തായിരുന്നു, അതിനോട് ചേർന്നായിരുന്നു ബൈറുഹാ തോട്ടം. നബി ഇടക്ക് കാറ്റുകൊള്ളാൻ പോയിരുന്നിരുന്ന മദീനയിലെ മനോഹരമായ തോട്ടം. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കൊടുത്താലേ അല്ലാഹുവിങ്കിൽ നിന്നുള്ള പുണ്യം നേടാൻ കഴിയൂ എന്ന ആയത്തിറങ്ങിയപ്പോ അബൂ തൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി ഞാൻ നിങ്ങൾക്ക് തരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ കൊടുക്കുക, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ അത് കൊടുക്കുക. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ അബൂ തൽഹ റളിയല്ലാഹു അൻഹു ദാനം ചെയ്തു. ഒരുപാട് സ്വഹാബിമാരുടെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എത്രയോ സ്വഹാബത്തിന്റെ. ഇന്ത്യ രാജ്യത്തെ വഖഫ് സ്വത്തിന്റെ കണക്ക് പലപ്പോഴും കേട്ടിട്ടുണ്ടാവും. 9 ലക്ഷം ഏക്കർ ഭൂമിയുണ്ട്. 9 ലക്ഷം ഏക്കർ ഭൂമി, 4.9 ഏകദേശം 5 ലക്ഷത്തിനകത്ത് രജിസ്റ്റർ ചെയ്യപ്പെട്ട വഖഫ് വസ്തുക്കൾ ഇന്ത്യ രാജ്യത്തുണ്ട്. കുറച്ചല്ല, 9 ലക്ഷം ഏക്കർ ഭൂമി എന്ന് പറഞ്ഞാൽ എത്ര ലക്ഷം കോടിയുടെ ആസ്തിയുണ്ടത്. ഇതൊന്നും ഒരു വ്യക്തിയുടേതല്ല, ഇതൊന്നും ഒരു സംഘടനയുടേതല്ല, ഇതൊക്കെ അല്ലാഹുവിന്റെ സ്വത്താണ്. ആളുകൾ പറയാറുള്ളത് ഇന്ത്യൻ റെയിൽവേ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്വത്തുള്ളത് വഖഫിനാണ്, മുസ്ലിങ്ങൾക്കാണെന്നാണ്. ഇത് മുസ്ലിങ്ങളുടെ സ്വത്ത് എന്ന് പറയാൻ പറ്റില്ല, അല്ലാഹുവിന്റേതാണ്. ഒരു വ്യക്തിക്ക് ഇത് ഉപയോഗപ്പെടുത്താൻ പാടില്ല. അത് എന്തു ലക്ഷ്യത്തിനാണോ നൽകി അതിനു വേണ്ടി മാത്രം ഉപയോഗപ്പെടുത്താൻ പറ്റും. ഇത്രയധികം ആസ്തി ഉള്ളത് കൊണ്ട് തന്നെ പൊതുവിൽ ഇതിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് പലതരത്തിലുള്ള നീക്കങ്ങളും പല കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഒരു തുടർച്ചയാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. അതിന്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പല തരത്തിലുള്ള തെറ്റായ പ്രചരണങ്ങൾ പറഞ്ഞു വരത്തി. ഏത് സ്വത്തും വഖഫ് ഭൂമിയാകാമെന്ന അവസ്ഥ നമ്മൾ ഇതിനെ കുറിച്ച് മനസ്സിലാക്കണം. നമുക്കിതിനെ കുറിച്ച് ധാരണയുണ്ടാകണം. ഒരു ഖുതുബയിൽ വിഷയിക്കാനുള്ള കാരണം അതാണ്. അല്ലെങ്കിൽ വലിയ അപകടം ഉണ്ടാക്കും. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഒരു കോളേജ് ക്യാമ്പസിൽ ഒരു പെൺകുട്ടി ഒരു ചാനലിനോട് സംസാരിക്കുന്നത് കണ്ടു. മുസ്ലിം കുടുംബത്തിൽ നിന്ന് വരുന്ന പെൺകുട്ടിയാണ്. കാലത്തിനനുസരിച്ച് നിയമങ്ങൾ പരിഷ്കരിക്കപ്പെടണം. ആ കുട്ടി അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞതായിരിക്കാം, തിരുത്തിയിട്ടുണ്ടോ നമുക്കറിയില്ല. പക്ഷെ ഇന്നും സോഷ്യൽ മീഡിയ ലഭ്യമാണ്. ഇസ്ലാമിക നിയമങ്ങൾ കാലത്തിനനുസരിച്ച് പരിഷ്കരിക്കണം. മുസ്ലിങ്ങൾ തന്നെ അത് പരിഷ്കരിക്കുന്നതിനെതിരെ നിൽക്കുകയാണെന്നാ പറയുന്നത്. ഇസ്ലാമിലെ നിയമം ആരുണ്ടാക്കിയ നിയമം? ഏതെങ്കിലും സംഘടന ഉണ്ടാക്കിയതാണോ? ഏതെങ്കിലും വ്യക്തി ഉണ്ടാക്കിയതാണോ? ഇസ്ലാമിലെ നിയമം എന്ന് പറഞ്ഞ വഹിയാണ്, കാലാധിവർത്തിയാണ്, സർവകാലികമാണ്. ഖിയാമത്ത് നാൾ വരെ ഏത് സമൂഹത്തിലും അപ്ലൈ ചെയ്യാൻ പറ്റിയ ലോകത്ത് അമൂല്യമായ അതുല്യമായ അല്ലാഹുവിന്റെ നിയമമാണ്. ആ നിയമത്തെ തൃപ്തിപ്പെട്ട് ജീവിക്കുന്നവനാണ് മുഅ്മിൻ. ആരൊക്കെയോ പറഞ്ഞു പ്രചരിപ്പിക്കുന്ന പ്രചാരണങ്ങളിൽ വീണ് വഞ്ചിതരായി അല്ലാഹുവിന്റെ ശരീഅത്തിനെതിരെ സംസാരിക്കുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകാൻ പാടില്ല. ഏതെങ്കിലും ഒരു മനുഷ്യന്റെ സമ്പത്ത് കവർന്നെടുക്കാൻ മതം പഠിപ്പിക്കുന്നുണ്ടോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു ചാൺ മറ്റൊരാളുടെ ഭൂമി കവർന്നെടുത്തവൻ. നമ്മൾ അതിര് നിശ്ചയിക്കുമ്പോ, അതിര് മതില് മാടുമ്പോ
അര ഇഞ്ച് കൂടാതിരിക്കാൻ ഒരു വിശ്വാസി ശ്രദ്ധിക്കും. 4 അടി പോയാലും 1 ഇഞ്ച് പോലും ഇങ്ങോട്ട് വരരുത് മറ്റുള്ള. എന്നാ ഒരു ചാൺ ഭൂമി മറ്റൊരാളുടേത് കവർന്നെടുത്താൽ 7 ഭൂമി അവന്റെ പെരടിയിൽ അള്ളാഹു കെട്ടിത്തൂക്കുന്ന അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചു. അത്ര അപകട ഗൗരവമുള്ള സംഗതിയാണ് വേറെ ഒരാളുടെ മുതൽ കയ്യേറുക എന്ന് പറഞ്ഞത്. ആരുടെ സ്വത്തിനു മേലും അവകാശവാദം ഉന്നയിക്കാൻ ഇന്ത്യ രാജ്യത്ത് വഖഫിന് സാധിക്കുമെന്ന് പറയുന്നത് പച്ചയായ കള്ളമാണ്. വഖഫ് ട്രിബ്യൂണൽ വിചാരിച്ചാൽ ഏത് സ്വത്തിനുമേലും വിധി പറയാൻ കഴിയുമെന്ന് പറയുന്നത് പച്ചയായ തെറ്റായ കാര്യമാണ്, കളവാണ്. വഖഫ് ട്രിബ്യൂണൽ വിധിച്ചാൽ പിന്നെ അതിനപ്പുറം വേറൊരു വിധിയില്ലെന്ന് പറയുന്നത് തെറ്റാണ്. ഒരു ജില്ലാ ജഡ്ജാണ് വഖഫ് ട്രിബ്യൂണൽ എന്ന് പറഞ്ഞാൽ. അതിനപ്പുറം അപ്പീൽ പോകാനുള്ള സൗകര്യം ഇന്ത്യ രാജ്യത്തുണ്ട്. ഇതറിയാത്തവരാണോ? അല്ല. നുണപ്രചാരണങ്ങൾ നടത്തി ഇസ്ലാമോ ഫോബിയ പ്രചരിപ്പിച്ച് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ അവിടെ കാണുന്നത്. അതിവിടെ പലപ്പോഴായി നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്നു. മുത്തലാഖ് വിഷയം നമുക്കറിയാം. മുത്തലാഖ് എന്നുള്ളത് ഇസ്ലാമിൽ ഇല്ലാത്ത സംഗതിയാണ്. 3 സമയങ്ങളിലായിട്ടാണ് ത്വലാഖ് നടക്കേണ്ടത്. അത്വലാഖു മറത്താൻ ഫഇംസാകും ബിമഅറൂഫ് ഔ തസ്രീഹും ബിഇഹ്സാൻ. 2 തവണയാണ് തിരിച്ചെടുക്കാനുള്ള ത്വലാഖ് ഉള്ളത്. 3-ാം തവണ ത്വലാഖ് ചൊല്ലിയാൽ പിരിച്ചുവിടണം, പിന്നെ തിരിച്ചെടുക്കാൻ കഴിയില്ല. ത്വലാഖിന്റെ നിയമം നമുക്കറിയാം. അത് വിശദീകരിക്കേണ്ട ഒരു സമയമല്ല. ഒരു ത്വലാഖ് ചൊല്ലി 3 മാസം ഭർത്താവിന്റെ വീട്ടിൽ ഇദ്ദയിരുന്ന് ആ ഇദ്ദ കഴിഞ്ഞ് ഭാര്യ വീട്ടിലേക്ക് പോകുമ്പോഴാ ത്വലാഖ് സംഭവിക്കുക. ഇദ്ദ കഴിയുന്നതിന് മുമ്പാണെങ്കിൽ ഭർത്താവിന് ഈ പോണ്ടട്ട പ്രവർത്തനം നിന്നോന്ന് വേണമെങ്കിൽ പറയാം. എന്നിട്ട് വീണ്ടും ആ ഒരു ത്വലാഖ് കഴിഞ്ഞാൽ വീണ്ടും തിരിച്ചെടുക്കാം, നിക്കാഹ് ചെയ്ത് തിരിച്ചെടുക്കാം. 2ാമതൊരു ത്വലാഖ് ചൊല്ലി 3 മാസക്കാലം ഭർത്താവിന്റെ വീട്ടിൽ ഇദ്ദയിരുന്ന് വേണം ഭാര്യ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ. 3ാമത് ത്വലാഖ് ഇതേമാതിരി സംഭവിച്ചാൽ പിന്നെ തിരിച്ചെടുക്കാൻ പറ്റൂല. ആ സ്ത്രീ പിന്നീട് ഒരിക്കൽ വിവാഹം ചെയ്യപ്പെട്ട് ഇതേപോലെ ത്വലാഖ് ചെയ്യപ്പെട്ടാലേ തിരിച്ചെടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇന്ത്യയിൽ ഒരു നിയമം ഇങ്ങനെ നിലനിൽക്കുമ്പോ പൊതുവിൽ ഒരു സമൂഹത്തെ വേട്ടയാടുക എന്ന ലക്ഷ്യത്തോടു കൂടി പലപ്പോഴും അത് നിർത്തലാക്കി. ഇന്ത്യ രാജ്യത്ത് മുസ്ലിങ്ങളുടേത് മാത്രമാണ് വിവാഹ നിയമവുമായി ബന്ധപ്പെട്ട് ക്രിമിനൽ നിയമമുള്ളത്. ബാക്കിയെല്ലാം സിവിൽ പ്രൊസീജിയറാണ് അതിനുള്ളത്. ഇതിന്റെയൊക്കെ ഒരു തുടർച്ചയാണ് വഖഫുമായി ബന്ധപ്പെട്ട് ഇന്ന് നിലനിൽക്കുന്നത്. നമ്മുടെ സഹോദരങ്ങളെ, നമ്മളിവിടെ 1-2 കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കി ശ്രദ്ധിച്ചു പോകണം. ഒന്ന്, ഇതിനെക്കുറിച്ച് നമുക്ക് ഒരു ധാരണ വേണം. ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്കൊരു ധാരണ വേണം. ആളുകൾ ആരൊക്കെയോ പ്രചരിപ്പിക്കുന്നതിൽ മുനമ്പത്ത് എന്തോ പ്രശ്നം സംഭവിച്ചിട്ടുണ്ടോ, വേറെ എവിടെയെങ്കിലും എന്തോ പ്രശ്നം സംഭവിച്ചിട്ടുണ്ടോ, നമ്മൾ മറ്റുള്ളവരുടെ സ്വത്ത് കയ്യേറിയിട്ടുണ്ടോ, എവിടെങ്കിലും അന്യായമായിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കേണ്ടതാണ്. എന്നാൽ വഖഫിന്റെ നിയമം അനുസരിച്ച് കൊടുത്തൊരു സംഗതി വിശ്വാസികൾക്ക് അവകാശപ്പെട്ടതാണ്. അല്ലാഹുവിന്റെ സ്വത്താണ്, വിശ്വാസികളുടേത് കൂടി പറയാൻ പറ്റില്ല. അതങ്ങനെ തന്നെ നടന്നു. ഇത് വേറൊരാളുടെ മേൽ സ്വത്ത് കയ്യേറാനോ മറ്റൊരാളുടെ അന്യായമായി പിടിച്ചടക്കാനോ ഉള്ളതേ അല്ല. അങ്ങനെ ഒരു നിലക്കും അനുവദിക്കപ്പെടാത്തതാണ് മതത്തിൽ. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. മറ്റൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം കാര്യങ്ങളെ എങ്ങനെ സമീപിക്കണം എന്നതാണ്. അമിതാവേശത്തോടു കൂടിയല്ല. വിശ്വാസികൾക്ക് നേരെ ഉണ്ടാകുന്ന ഏതൊരു പ്രശ്നമാണെങ്കിലും ഏതൊരു പ്രതിസന്ധിയാണെങ്കിലും അവധാനതയില്ലാതെ അമിതാവേശത്തോടു കൂടിയുള്ള പ്രതികരണങ്ങളല്ല ഉണ്ടാകേണ്ടത്. അൽ ഹിൽമു വൽ അനാത്ത് എന്നുള്ളത് വിശ്വാസിയുടെ മുഖമുദ്രയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അശജ്ജ് ഗോത്രത്തലവനോട് പറഞ്ഞ വാചകമുണ്ട്, ഇന്ന ഫീക ഹസ്ലതൈൻ യുഹിബ്ബുഹുമല്ലാഹ്. നിങ്ങളിൽ 2 ഗുണങ്ങളുണ്ട്, അല്ലാഹുവിന് ഏറെ ഇഷ്ടമുള്ളതാണ്. ഏതാണ് 2 ഗുണം? അൽ ഹിൽമു വൽ അനാത്ത്. നിങ്ങളുടെ വിവേകമാണ്, പക്വതയാണ്, നിങ്ങളുടെ അവധാനതയാണ്. ഗോത്രം ഒരുമിച്ച് നബിയെ കാണാൻ വന്നപ്പോ എല്ലാരും വാഹനങ്ങൾ കെട്ടിയിടാതെ വസ്ത്രം മാറാതെ നബിയുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് നബിനെ കാണാനുള്ള ഇഷ്ടം കൊണ്ട് ഗോത്രത്തലവനായ അബ്ദുൽ ഖൈസ് അൽ അസ്രി തന്റെ വാഹന മൃഗത്തെ കെട്ടിയിട്ട് യാത്ര ചെയ്ത മുഷിഞ്ഞ വസ്ത്രം മാറി നല്ല വസ്ത്രം ധരിച്ച് മുടി ചീകി വൃത്തിയായി നബിയുടെ അടുത്തേക്ക് സാവകാശം നടന്നിരുന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകമാണ്, നിങ്ങളിൽ 2 ഗുണം അല്ലാഹുവിന് ഏറെ ഇഷ്ടമുണ്ട്, നിങ്ങളുടെ വിവേകവും നിങ്ങളുടെ അവധാനതയും. അമിതാവേശം ഒരു കാര്യത്തിനും പരിഹാരമല്ല. വളരെ അവധാനതയോടെ സുചിന്തിതമായി പൊതുവിൽ സമൂഹം സ്വീകരിക്കേണ്ട നിലപാടിനോട് ചേർന്ന് നിന്ന് ആ നിലക്കാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്.
അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ഫലമാണ് അതിനുണ്ടാവുക എന്ന് നമ്മൾ മനസ്സിലാക്കണം. വലിയ പ്രതീക്ഷയാണ് പാർലമെന്റിലെ ഇന്നലത്തെ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് പൊതുവിൽ മുസ്ലിം സമൂഹത്തിന് നൽകുന്നത്. എത്ര മുസ്ലിം പാർട്ടികൾ പാർലമെന്റിൽ ഉണ്ടാകും, എത്ര മുസ്ലിം മെമ്പർമാര് ലോക്സഭയിൽ ഉണ്ടാകും. 232 ആളുകൾ വഖഫ് ബില്ല് പാസ്സാകാൻ പാടില്ലെന്ന് പറഞ്ഞ് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ എല്ലാ കുറച്ചാളുകൾ ഒഴിച്ചാൽ മഹാഭൂരിഭാഗം വരുന്ന വലിയൊരു വിഭാഗം ആളുകളും ഈ ന്യൂനപക്ഷ സമൂഹത്തോടൊപ്പമാണ്, രാജ്യത്ത് ഇതുവരെ പാലിക്കപ്പെട്ടു പോന്നിരുന്ന തത്വങ്ങളോടൊപ്പമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റൊരു സംഗതി നമ്മളതിന് മനസ്സിലാക്കേണ്ട, അവധാനതയോടുകൂടി വിവേകപരമായി അമിതാവേശമില്ലാതെ ഈ കാര്യങ്ങളിൽ നമ്മൾ മുന്നോട്ട് പോകണമെന്നാണ്. അതൊക്കെ വളരെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എടുക്കുന്ന പക്വമായ തീരുമാനങ്ങളോട് ഒപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഇത്തരം കാര്യങ്ങളെ നോക്കിക്കാണണമെന്നത് നമ്മളിവിടെ വളരെ ഗൗരവത്തോടു കൂടി എടുക്കേണ്ട ഒരു മനസ്സിലെടുക്കേണ്ട പ്രതിജ്ഞയാണ്, തീരുമാനമാണ്. മറ്റൊരു സംഗതി, നമ്മുടെ മതപരവുമായി ബന്ധപ്പെട്ട സഹോദരങ്ങളെ, വഖഫ് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഞാൻ എന്താണ് നാളേക്ക് വേണ്ടി ചെയ്തു വെച്ചത് എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. ഞാൻ എന്ത് ചെയ്തു വെച്ചു? ഇവിടെ ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമിയുടെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടി വഖഫ് സ്വത്തിനെ കുറിച്ച് നമ്മൾ പറയുമ്പോ എന്താ അതിലുള്ളത് നമ്മളൊന്ന് ചിന്തിക്കണ്ടേ, ഒന്ന് ആലോചിച്ചു. ഷെയ്ഖ് മുനജ്ജിദ് ജീവിച്ചിരിക്കുന്ന പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ ഒരു കിതാബ് പലപ്പോഴും ഞാൻ പരിചയപ്പെടുത്താറുണ്ട്, ഉത്റുക് അസറൻ ഖബല റഹീൽ. മരിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ജീവിതം അടയാളപ്പെടുത്തുക. നമ്മളിവിടെ നിന്ന് കഴിഞ്ഞു പോയാലേ 3 ദിവസം കഴിഞ്ഞ, 7 ദിവസം കഴിഞ്ഞ, 2 കൊല്ലം കഴിഞ്ഞ അടുത്ത കൂട്ടുകാരും അല്ലേ, മറ്റൊരാള് വിവാഹം ചെയ്താൽ സ്വന്തം ഭാര്യ പോലും നമ്മളെ മറന്നു. പിന്നെ നമ്മൾക്ക് വേണ്ടി ലോകത്ത് ആരെങ്കിലും പ്രാർത്ഥിക്കണമെങ്കിൽ ഇതുപോലൊരു പള്ളി കെട്ടിയിട്ടതിൽ നമ്മുടെ വിഹിതം ഉണ്ടാവണം. നാട്ടിൽ മദ്രസ ഉണ്ടായതിൽ നമ്മുടെ എന്തെങ്കിലും ഉണ്ടാകണം. ഒരു കിണർ കുഴിച്ചെടുത്തെങ്കിലെങ്കിലും നമ്മുടെ ഒരു പങ്കുണ്ടാകണം. എന്തെങ്കിലും നമ്മളിവിടെ ബാക്കിയാക്കി പോണം. ചില അറബ് ലോകത്തെ സഹോദരങ്ങളെ കുറിച്ച് പറയാറുണ്ട്, വളരെ ദരിദ്രരായിരിക്കും, എങ്കിലും അവരുടെ മാസ വരുമാനത്തിന്റെ ചെറിയൊരു വിഹിതം ഇങ്ങനെ സൂക്ഷിച്ചു വെക്കും. എന്നിട്ട് കുറെ വർഷങ്ങൾ കഴിയുമ്പോൾ അവർ ചോദിക്കും, എവിടെയെങ്കിലും ഒരു പള്ളി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ? വാപ്പ അനന്തര സ്വത്ത് കൊടുത്തപ്പോ കുറച്ച് കിട്ടി, ഇതുകൊണ്ട് ഞാൻ ലോകത്ത് എവിടെയെങ്കിലും ഇതുകൊണ്ടൊരു പള്ളി നിർമ്മിക്കാൻ കഴിയുമോ എന്ന് ചിന്തിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ പറ്റും. ലോകത്ത് നമ്മുടെ സമ്പത്ത് ആവശ്യമുള്ളവരുണ്ട്. ഉത്തരേന്ത്യയിൽ സന്ദർശിച്ച ഒരു സുഹൃത്തുമായിട്ട് കുറച്ചു മുമ്പ് സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയണ്ടായി, 7000 രൂപ ഉണ്ടെങ്കിൽ ബീഹാറിലെ യുപിയിലെ പാവപ്പെട്ട ആളുകൾ താമസിക്കുന്ന ഗ്രാമങ്ങളിൽ ഒരു കിണർ ഒഴിച്ചു കൊടുക്കാൻ പറ്റും. 7000 രൂപ ഉണ്ടെങ്കിൽ കിണർ കുഴിച്ച് പമ്പ് സെറ്റ് ചെയ്ത് കൊടുക്കുക, അവരുടെ രീതിയിലുള്ള വെള്ളം എടുക്കുന്ന രൂപം. അദ്ദേഹം അവിടെ സന്ദർശിച്ചു കഥ പറഞ്ഞു. ഒരു പള്ളിയിൽ പോയി പുലർച്ചെ എത്തി. കുറച്ച് നേരത്തിന് 4 മണിയോടൊക്കെ സമയത്ത് സുബഹ ബാങ്ക് വിളിക്കുന്ന സമയമാണ്. ആ പള്ളിയിലെ മദ്രസയിലേക്ക് സുബഹ നമസ്കരിക്കാൻ കുട്ടികൾ ചെറിയ വിളക്ക് തെളിയിച്ച് അവരിങ്ങനെ നടന്നു വന്നു. പുലർച്ചെ 5 വയസ്സായ 6 വയസ്സായ കുട്ടികൾ. അവരുടെ കൈകളിലൊക്കെ ഓരോ, മുമ്പ് നമ്മൾ വീടുകളിൽ ഉപയോഗിച്ചിരുന്ന കിണ്ടി എന്ന് പറഞ്ഞ പാത്രമില്ലേ, ആ പാത്രങ്ങളിൽ വെള്ളമുണ്ട്. ആ വെള്ളം എടുത്തിട്ടാണ് ദീർഘമായ ദൂരം നടന്നവർ ബാത്റൂമുകളിൽ വെള്ളം ഉപയോഗിച്ച് അവരുടെ പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിച്ചു വുളൂ ചെയ്തവർ പള്ളിയിലേക്ക് കയറി. അവിടെ ടാപ്പില്ല, അവിടെ ഹൗലില്ല. ഇവരവിടെ നിന്ന് തീരുമാനിച്ചു, നമുക്ക് ഇവിടെ ഒരു ടാപ്പും ഹൗലും ടാങ്കൊക്കെ കുറഞ്ഞ പൈസ കൊണ്ട് ചെയ്തു കൊടുക്കാൻ പറ്റും, നമുക്ക് കുറഞ്ഞ ചെലവേ ഉള്ളൂ, അവർക്ക് വലിയ സൗകര്യമാണ്. കുറഞ്ഞ വിസ്ഡം യൂത്ത് അങ്ങനത്തെ ഒരു പ്രോജക്റ്റ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ ചെറിയ സംഖ്യ നമുക്ക് ചെയ്യാൻ കഴിയാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഒരു വാചകം നമുക്ക് കാണാൻ കഴിയും, ഇദാ മാത ഇബ്നു ആദം ഇൻഖതഅ അമലുഹു ഇല്ലാ മിൻ സലാസ്. 3 കാര്യങ്ങൾ മാത്രമാണ് ഒരു മനുഷ്യൻ മരിച്ചാൽ ബാക്കിയാവുക, ബാക്കിയെല്ലാം അവസാനിക്കും. സ്വദഖത്തുൻ ജാരിയ, അവൻ ചെയ്തു വെച്ച അവന്റെ കൊടുത്ത ജാരിയായ സ്വദഖ. ഒരു മരം ഒരാൾ നട്ടുപിടിപ്പിച്ചാൽ അതിന്റെ ഇല ഒരു പുഴു തിന്നാൽ അയാൾക്കൊരു സ്വദഖയാണെന്നാണ്. അതിന്റെ പഴം ഒരു പറവ തിന്നാൽ അയാൾക്കതൊരു സ്വദഖയാണ്. അതിന്റെ തണലിൽ ഒരു യാത്രക്കാരൻ ഇരുന്നാൽ അയാൾക്കതൊരു സ്വദഖയാണ്. ഒരു കിണർ കുഴിച്ചു കൊടുത്താൽ അതൊരു സ്വദഖയാണ്.
ഒരുപാട് കാലം ആളുകൾക്ക് പ്രയോജനപ്പെടുന്ന സ്വതക്ക, ആളുകൾ അത് ഉപയോഗിക്കുന്ന കാലമത്രയും അതിന്റെ കൂലി ഇയാളുടെ ഖബറിലേക്ക് പരലോകത്തേക്ക് വന്നുകൊണ്ടിരിക്കും. ഒരു പള്ളി ഉണ്ടാക്കാൻ കൊടുത്ത പണം, അതിൽ ഒരാൾ സുജൂദ് ചെയ്യുമ്പോൾ അതിന്റെ കൂലി അയാളുടെ ഖബറിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഒരു മദ്രസ കൊടുത്ത പണം അവിടെ ഒരു കുട്ടി ഇരുന്ന് പഠിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ദീൻ പഠിക്കും, അതിന്റെ പ്രതിഫലം അയാളുടെ കൊടുത്ത സമ്പത്ത് ചെലവഴിച്ചവന്റെ ഉണ്ടാക്കിയെടുത്തവന്റെ ഖബറിലേക്ക് പരലോകത്തേക്ക് നന്മകളുടെ കണക്ക് പുസ്തകത്തിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഉപകാരമുള്ള വിജ്ഞാനം, വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു. 3 കാര്യങ്ങളാ ബാക്കിയാകുക. ഒക്കെ തിരിച്ചു പോരും. ഖബറിൽ നമ്മളെ വെച്ച് എല്ലാം തിരിച്ചു പോരും. 3 ബാക്കി ഉണ്ടാവുള്ളൂ. മറ്റൊരു ഹദീസ് കാണാം, ഇന്ന മിമ്മാ യൽഹഖുൽ മുഅ്മിനു മിൻ അമലിഹി വഹസനാതിഹി ബഅദ മൗതിഹി. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അയാളോടൊപ്പം ചേരുന്ന അയാളുടെ അമലുകളിൽ പെട്ടതാണ്, നന്മകളിൽ പെട്ടതാണ് ഇൽമൻ അല്ലമഹു വനശറഹു. ഒരാൾ സ്വയം ഇൽമു പഠിച്ചു മറ്റൊരാൾക്ക് അത് പഠിപ്പിച്ചാൽ, അത് പ്രചരിപ്പിച്ചാൽ, ഒരു പുസ്തകം പ്രിന്റ് ചെയ്ത് വിതരണം ചെയ്താൽ, ഒരു ലഘുലേഖനം ചെയ്താൽ, ഇൽമു പ്രചരിപ്പിക്കുക, അല്ലെങ്കിൽ വിജ്ഞാന സദസ്സുകൾ സംഘടിപ്പിച്ചാൽ മരിച്ചാലും അതിന്റെ ഗുണം അയാൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഖിയാമത്ത് നാളിൽ അവസാനം ജനിക്കുന്ന മനുഷ്യന് അൽഹംദുലില്ലാ പറഞ്ഞാൽ അതിന്റെ ഒരു കൂലി അല്ലാഹുവിന്റെ റസൂലിനുണ്ട്. അതിന്റെ ഒരു പ്രതിഫലം അല്ലാഹുവിന്റെ റസൂൽ. കാരണം ആ അൽഹംദുലില്ലാ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ പഠിപ്പിച്ചു കൊടുത്തതാ. അത് സ്വഹാബത്തിന് കൊടുത്തു, സ്വഹാബത്ത് താബീന് കൊടുത്തു. താബീ ചെയ്യുമ്പോൾ അതിന്റെ കൂലി സ്വഹാബത്തിന് കിട്ടും, നബിക്കും കിട്ടും. തബഉ താബീ ചെയ്യുമ്പോൾ താബീനും കിട്ടും, സ്വഹാബിക്കും കിട്ടും, നബിക്കും കിട്ടും. നമ്മുടെ നാട്ടിലെ മദ്രസയിലെ 100 കുട്ടികളെ ദീന് പഠിപ്പിച്ചാൽ അവർക്ക് ആ ചെയ്യുന്നതിന്റെ കൂലി അമ്മക്ക് കിട്ടും. അവരവരുടെ അടുത്ത തലമുറക്ക് പഠിപ്പിച്ച ആ തലമുറക്കും കിട്ടും, ഈ തലമുറക്കും കിട്ടും, നമുക്കും കിട്ടും. എന്തുമാത്രം ആയിരക്കണക്കിന് മനുഷ്യരുടെ അമലുകളുടെ കൂലി കിട്ടാനുള്ള അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്താറുണ്ടോ? പ്രവാചകൻ പറഞ്ഞ മറ്റൊരു വാചകം, വലദൻ സ്വാലിഹൻ തറകഹു. മരിച്ചു കഴിഞ്ഞാലും ഖബറിലേക്ക് കൂലി കിട്ടുന്ന മറ്റൊരു സംഗതി, സ്വാലിഹായ ഒരു സന്താനത്തെ വളർത്തിയുണ്ടാക്കുക. വമുസ്ഹഫൻ വറഫഹു. ആളുകൾ പള്ളിയിലേക്ക് മുസ്ഹഫ് കൊടുക്കാറുണ്ട്. ഒരു മുസ്ഹഫ് ഒരാൾ അനന്തരമായി വെച്ചുപോയാൽ ആ ഖുർആൻ ഉപയോഗിക്കപ്പെടുന്ന കാലമത്രയും ഓതുന്നതിന്റെ കൂലി കൊടുത്തവർക്ക് കിട്ടും. ഔ മസ്ജിദൻ ബനാഹു. ഒരാൾ ഒരു പള്ളി ഉണ്ടാക്കിയാൽ അതിന്റെ കൂലി ആ പള്ളിയിൽ നിസ്കരിക്കുന്ന കാലമത്രയും അതിന് പണം കൊടുത്തവൻ ഉണ്ടാക്കിയവനതിന്റെ കൂലി കിട്ടിക്കൊണ്ടിരിക്കും. ഔ ബൈതൽ ലിബ്നി സബീലി ബനാഹു. വഴിയാത്രക്കാർക്ക് വേണ്ടി ഒരു വീടുണ്ടാക്കി കൊടുത്താൽ, ഔ നഹറൻ നജറാഹു. ആളുകൾക്ക് വെള്ളമൊഴുകുന്ന ഒരു നീർച്ചാലുണ്ടാക്കി കൊടുത്താൽ, ഔ സ്വദഖതൻ അഖറജഹാ മിൻ മാലിഹി ഫീ സിഹ്ഹതിഹി വഹയാതിഹി തൽഹഖഹു മിൻ ബഅദി മൗതിഹി. ഇങ്ങനെ തന്റെ സമ്പത്തിൽ നിന്ന് അയാൾ കൊടുക്കുന്ന ജാരിയായ സ്വതക്കകൾ അയാളുടെ കാലശേഷം അയാളുടെ ഖബറിലേക്കും പരലോക ജീവിതത്തിലേക്കും വന്നുകൊണ്ടിരിക്കുന്ന 9 ലക്ഷം ഏക്കർ വഖഫ് സ്വത്തിന്റെ കഥ നമ്മൾ പറയുമ്പോൾ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ഇന്ത്യ രാജ്യത്തെ വഖഫ് ആസ്തിയെ കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്തു കൊടുത്തു എന്ന ചിന്ത സഹോദരങ്ങളെ നമ്മുടെ മനസ്സിലുണ്ടാകണം. ചെറിയ ചെറിയ വിഹിതങ്ങൾ സ്വരൂപിച്ചെങ്കിലും നമുക്ക് ചെയ്യാവുന്നത് ചെയ്യാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ നാട്ടിലെ പള്ളിക്ക് വേണ്ടി, മദ്രസക്ക് വേണ്ടി, നമ്മുടെ നാട്ടിലെ ഇസ്ലാമിക സംവിധാനങ്ങൾക്ക് വേണ്ടി കൊടുക്കാൻ നമുക്ക് പറ്റണം. നമ്മുടെ നാട്ടിലെ ഉത്തരേന്ത്യയിലെ ലോകത്തിന്റെ നാനാഭാഗത്തെ വിശ്വാസ സഹോദരങ്ങൾക്ക് ഉപകാരപ്പെടുന്ന സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കാൻ നമ്മൾ ചിന്തിക്കണം, പരിശ്രമിക്കണം. ഇത് സ്വഹാബത്തിനോ പൂർവീകർക്കോ ഇന്ത്യ രാജ്യത്ത് കഴിഞ്ഞുപോയ രാജാക്കന്മാർ കൊടുത്ത ഏക്കറ കണക്കിന് ഭൂമിയുടെ കഥകളോ മാത്രമല്ല, നമ്മുടെ ജീവിതത്തോടുകൂടി ചേർത്തു വെക്കേണ്ടതാണ്. നമുക്ക് കഴിയുമോ എന്ന് ചിന്തിക്കേണ്ടതാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, വിശ്വാസികളെ അല്ലാഹുവെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. 2 പോയിന്റുകൾ ചുരുങ്ങിയ സമയത്തിനകത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്നെന്താ വെച്ചാൽ സഹോദരങ്ങൾ, നമ്മളൊരു വേനൽ അവധിക്കാലത്താണ്. 2 മാസക്കാലം നമ്മുടെ മക്കൾ എന്താണ് ചെയ്യുക? രക്ഷിതാക്കൾക്ക് ഇതിൽ നല്ല ഒരു ധാരണ ഉണ്ടാകണം. നമുക്ക് പ്രത്യേകിച്ച് അവർക്ക് വേണ്ടി ഒന്നും ചെയ്തു കൊടുക്കാനില്ലെങ്കിൽ വീട്ടിലെ ടെലിവിഷനും കയ്യിലെ മൊബൈൽ ഫോണും
60 ദിവസം 24 മണിക്കൂറും അവരുടെ ജീവിതത്തിൽ അതുണ്ടാക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയാത്തതാണ്. അതുകൊണ്ട് ഓരോ രക്ഷിതാവിനും എൻ്റെ കുട്ടിയുടെ ഓരോ പകലും എങ്ങനെയായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് നല്ല ധാരണ ഉണ്ടാവണം. ഫോണ് കുട്ടികൾ തൊടാൻ പാടില്ല എന്ന് നമ്മൾ തീരുമാനിക്കണം. പ്രത്യേകിച്ച് മതം പഠിക്കണം. പലരും സംസാരിക്കണ്ടായി, വെക്കേഷൻ തുടങ്ങിയപ്പോൾ തന്നെ ഭാര്യയും കുട്ടികളൊക്കെ വിളിച്ചിരുത്തി. ഞാൻ പെരുന്നാൾ ജുമായിലും അതിന്റെ മുമ്പത്തെ വെള്ളിയാഴ്ചയിലൊക്കെ സൂചിപ്പിച്ചിരുന്നു. വിളിച്ചിരുത്തി ഈ വെക്കേഷൻ കഴിയുമ്പോൾ എത്ര സൂറത്ത് ഓതി തീർക്കും, എത്ര സൂറത്ത് പുതിയതായി ഹിഫ്ളാക്കും, എത്ര പ്രാർത്ഥനകൾ പഠിക്കും, എത്ര പുസ്തകങ്ങൾ വായിക്കും എന്നൊക്കെ ചർച്ച ചെയ്ത് ഇത് എപ്പോഴാ ചെയ്യുക. അവർക്കൊരു ടൈം ടേബിൾ ഉണ്ടാക്കി പുസ്തകത്തിൽ കോളം വരച്ച് ഡേറ്റ് ഇട്ട് ഓരോ ദിവസവും ആ കുട്ടി ചെയ്ത് മാർക്ക് ചെയ്ത് പോകുന്ന ഒരു സിസ്റ്റം നമ്മൾ രൂപപ്പെടുത്തിയെടുത്താൽ 2 മാസം നമ്മുടെ കുട്ടിയെ ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തിയ ഒരു കുട്ടിയാക്കി മാറ്റിയെടുക്കാൻ നമുക്ക് പറ്റും. അല്ലെങ്കിൽ നമ്മൾ ലഹരിയെ കുറിച്ച് പറയുന്നു, നമ്മൾ ലൈംഗിക അരാജകത്വത്തെ കുറിച്ച് പറയുന്നു, നമ്മുടെ കുട്ടികൾ മതത്തിൽ നിന്ന് അകന്നു പോകുന്നതിനെ കുറിച്ച് പറയുന്നു, ലിബറലിസത്തിലേക്ക് പോകുന്നതിനെ കുറിച്ച് പറയുന്നു, നിരീശ്വരവാദത്തിലേക്ക് പോകുന്നതിനെ കുറിച്ച് പറയുന്നു. എല്ലാറ്റിനും കാരണം ഫോണാണ്. അവർ ഫോളോ ചെയ്യുന്ന വ്ളോഗർമാരും യൂട്യൂബർമാരും അവർ കാണുന്ന വെബ് സീരീസുകളും സിനിമകളും ഇതൊക്കെയാണ് അവരെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഫോണിനെ മാറ്റിവെച്ച് നല്ല ഒരു ടൈം ടേബിൾ നമ്മുടെ മക്കൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതിൽ പ്രധാനമായി നല്ലൊരു സമയം മതം പഠിക്കാനാവണം. പല പല കോഴ്സുകൾ വരുന്നുണ്ട്, ഒക്കെ പറ്റും, ഒക്കെ നല്ലതാണ്. കുട്ടികൾക്ക് ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന എന്തും നല്ലതാണ്. പക്ഷേ ദീന് പഠിക്കാൻ നല്ലൊരു സമയം നമ്മൾ കൊടുക്കണം. അത് എവിടെയാണ് സൗകര്യങ്ങൾ ഉള്ളത് എന്ന് നമ്മൾ അന്വേഷിക്കും. അത് പള്ളി കമ്മിറ്റിയോട് സംസാരിക്കുന്നത്. ഇവിടെ പല നാട്ടിലെ ആൾക്കാർ വരുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ പള്ളി കമ്മിറ്റിയോട് സംസാരിച്ച് ഒരു 10 ദിവസത്തെ ക്ലാസ് കുട്ടികൾക്ക് വേണം. അത് നമ്മൾ പറഞ്ഞാൽ മതി. ചിലപ്പോൾ പള്ളികൾ അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടാവും, മദ്രസകൾ അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടാവും, സംഘടനകൾ അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടാവും. അത് അങ്ങനെ ആരെങ്കിലും ഏൽപ്പിക്കേണ്ടതല്ല, നമ്മൾ തന്നെ അത് സംസാരിക്കണം. ചിലരെ നമ്മൾ പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ടി വരും. കേരളത്തിൽ മഹാഭൂരിഭാഗം വരുന്ന മഹല്ല് സംവിധാനങ്ങളും ഇങ്ങനെയൊന്നും ചിന്തിക്കാത്തവരാണ്. അപ്പൊ അവരെ നമ്മൾ പറഞ്ഞൊന്ന് ബോധവൽക്കരിച്ചതിലേക്ക് എത്തിക്കാം. അങ്ങനെ ബോധവൽക്കരിച്ചിട്ടും എത്താത്ത പള്ളി കമ്മിറ്റിക്കാരോട് തൽക്കാലം മാറി നിന്നിട്ട് ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാരെ ഏൽപ്പിക്കാൻ വേണ്ടി പറയാം. കുട്ടികൾക്ക് ഒരു 10 ദിവസത്തെ ക്ലാസ് നമ്മൾ 2-3 മണിക്കൂർ വെച്ച് കൊടുക്കണം. അവർക്ക് നിസ്കാര നേരം പഠിപ്പിക്കണം. എല്ലാ ദിവസവും ഒരു അരമണിക്കൂർ ഖുർആൻ തജ്വീദ് അനുസരിച്ച് ഓതാൻ പഠിപ്പിക്കണം. ചുരുങ്ങിയത് നമ്മൾ മരിച്ച മയ്യത്ത് നിസ്കരിക്കാനെങ്കിൽ ഒരിക്കൽ അറിയണം. നാട്ടിൽ നിലനിൽക്കുന്ന ഇസ്ലാം വിരുദ്ധ വിമർശനങ്ങൾ ധാരാളമുണ്ട്. അതിന് പറ്റുന്ന ഒരു 2 ദിവസം പറ്റുന്ന ആൾക്കാരെ കൊണ്ടെന്ന് അവർ ഇനി പഠിക്കാൻ പോകുന്ന സ്ഥാപനങ്ങൾ, അവർ പോകുന്ന അന്തരീക്ഷം, അവർക്ക് ക്ലാസ് എടുക്കുന്ന അധ്യാപകർ. കേരളത്തിന് പുറത്തൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ മിടുക്കിയായ ഒരു പെൺകുട്ടിക്ക് അഡ്മിഷൻ കിട്ടി. 4 കൊല്ലത്തെ പഠനം പൂർത്തിയാക്കിയ കുട്ടിയുടെ രക്ഷിതാവിനോട് പറഞ്ഞൊരു വാചകമുണ്ട്, അവൾ നല്ല വിദ്യാഭ്യാസം എടുത്തു, പക്ഷെ അവരുടെ ദീൻ നഷ്ടപ്പെട്ടു പോയി. അവരുടെ അധ്യാപകരെല്ലാം, അവളുടെ അധ്യാപകരെല്ലാം മതവിമർശകരായിരുന്നു. അത് അതേമായി അവൾ പഠിച്ചെടുത്തു. എന്തൊക്കെ ഭാവിയിൽ നമ്മുടെ കുട്ടികൾക്ക് കിട്ടുമെന്നറിയില്ല. അതുകൊണ്ട് അവർ നേരിടുന്ന വിമർശനങ്ങളുടെ യാഥാർത്ഥ്യങ്ങൾ ചെറുപ്പത്തിലെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. എന്നാൽ ഇതിലൊന്നും ഈ വഞ്ചനയിൽ അകപ്പെടാതെ നമ്മുടെ മക്കളെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ, വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കും. വലതുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, മരിച്ചാൽ ഉപകാരപ്പെടുന്നു പറഞ്ഞില്ല. അങ്ങനെ ഉപകാരപ്പെടണമെങ്കിൽ നമ്മൾ ചെറിയ റിസ്ക് എടുക്കണം. ഗൗരവത്തോടുകൂടിയ കാര്യം ചിന്തിക്കണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇനി വെക്കേഷൻ കഴിഞ്ഞ് വിദ്യാഭ്യാസ വർഷം തുടങ്ങുമ്പോൾ ഇപ്പൊ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. മത പഠന സംവിധാനങ്ങളിലെല്ലാം അഡ്മിഷൻ എടുക്കുന്ന സമയം നമ്മുടെ കുട്ടികൾക്ക് ദീന് വേണം. 2 തരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ലോകത്ത് മതപ്രബോധകരെടുത്തു നോക്കിയാൽ നല്ല ഉന്നത വിദ്യാഭ്യാസം നേടിയ നല്ല പ്രബോധകരെ നമുക്ക് കാണാൻ പറ്റും. ഡോക്ടർമാരോ എഞ്ചിനീയർമാരോ സിവിൽ സർവന്റുകളോ ഒക്കെ ആയിട്ടുള്ള വളരെ മികച്ച വിദ്യാഭ്യാസം നേടിയ ആളുകൾ വിശുദ്ധ ഖുർആനിൽ ആയത്തുകൾ ഓതി, ഹദീസുകൾ പഠിച്ച്, അഖീദ പഠിച്ച് നല്ല പ്രബോധകനായിരിക്കും. നമ്മുടെ കുട്ടി ലോകത്തെ എവിടെ എത്തിപ്പെട്ടാലും അവനൊരു മികച്ച പ്രബോധകനാകാൻ ആവശ്യമായ ദീന് കൊടുക്കുക എന്ന ഒരു തലം, അത് നമ്മുടെ എല്ലാ കുട്ടികളുടെ കാര്യത്തിൽ നമ്മൾ അപ്ലൈ ചെയ്യണം. എല്ലാ മക്കളുടെ കാര്യത്തിൽ നമ്മൾ അപ്ലൈ ചെയ്യണം. വിട്ടുവീഴ്ചയില്ലാതെ ചെയ്യേണ്ട കാര്യം. അല്ലെങ്കിൽ കുട്ടികളെ നമുക്ക് നഷ്ടപ്പെട്ടു. നമ്മൾ ഭൗതിക വിദ്യാഭ്യാസം മാത്രം നോക്കിപ്പോയാൽ വിദ്യാഭ്യാസം ഉണ്ടാവും, വരുമാനം ഉണ്ടാകും, പക്ഷെ വരുന്നത് ഒരു നിരീശ്വരവാദിയായിട്ടായിരിക്കും. അല്ലേ? വരുന്നത് വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് നിർമ്മതവാദിയായിട്ടായിരിക്കും. പിന്നെ നമ്മൾ പഠിപ്പിച്ചതിനെന്താ കാര്യം? അതുണ്ടാകാൻ എല്ലാ മക്കളുടെ കാര്യത്തിൽ അപ്ലൈ ഉണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം, ഒരു കുട്ടിയെങ്കിലും ഒരു മത പണ്ഡിതനാക്കാൻ നമ്മൾ തീരുമാനിക്കണം.
ലോകത്ത് ദീർഘമായി സംസാരിക്കേണ്ട ഒരു പോയിന്റ് ഒറ്റ വാചകത്തിൽ നിർത്താം. ലോകത്ത് മഹാരഥന്മാരായ പണ്ഡിതന്മാരെടുത്തു നോക്കിയാൽ വാപ്പ മരിച്ച് കുട്ടിക്കാലത്ത് ഉമ്മ വളർത്തി ഉണ്ടാക്കി ഉമ്മ പണ്ഡിതന്മാരാക്കിയ മഹാപണ്ഡിതന്മാരെ കാണാൻ പറ്റും. വാപ്പ പണ്ഡിതന്മാരാക്കിയ മഹാപണ്ഡിതന്മാരെ കാണാൻ പറ്റും. വാപ്പയും വല്യാപ്പാരെ പഠിപ്പിച്ചുണ്ടാക്കിയ മഹാപണ്ഡിതന്മാരെ കാണാൻ പറ്റും. അവരുടെ പേര് പറയുമ്പോൾ നമ്മൾ എപ്പോഴും റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. അവരെഴുതിയ കിതാബിന്റെ തുടക്കത്തിൽ പലപ്പോഴും ഇത് എന്റെ വാപ്പാക്ക് വേണ്ടി ഞാൻ വഖഫ് ചെയ്യുന്നു, ഇതെന്റെ ഉമ്മാക്ക് വേണ്ടി ഞാൻ വഖഫ് ചെയ്യുന്നു. ഏതെന്നറിയോ? അവരുടെ കാലശേഷം കോടിക്കണക്കിന് മുസ്ലിങ്ങൾ പഠിച്ച ഗ്രന്ഥം, വായിച്ച് പഠിച്ച ഗ്രന്ഥങ്ങൾ. എത്ര കൂലിയാണ് വാപ്പാക്കും മകൻ കിട്ടുന്നത്? അങ്ങനത്തെ ഒരു കുട്ടി നമുക്ക് ഉണ്ടാവണം, അങ്ങനത്തെ ഒരു മകൻ നമുക്കുണ്ടാകും. ഉപജീവനം അള്ളയാണ് തീരുമാനിക്കുന്നത്. റിസ്ക് അല്ലാഹുവിന്റെ അടുത്താണ്. നമ്മുടെ കഴിവല്ല, നമ്മുടെ മികവല്ല, നമ്മുടെ ബുദ്ധിയല്ല, നമ്മുടെ വിജ്ഞാനമല്ല, റിസ്ക് അല്ലാഹുവിന്റേതാണ്. അതുകൊണ്ട് ദീന് പഠിപ്പിച്ച അവന്റെ റിസ്ക് എവിടെ വെച്ചാൽ അല്ലാഹു കൊടുത്തു. അതിൽ നമ്മൾ ബേജാറാകേണ്ട കാര്യമില്ല. ഒരു കുട്ടിയെ മതരംഗത്ത് ആഴത്തിൽ അറിവുള്ള ആളാക്കാൻ ഞാൻ ശ്രമിക്കും. എന്റെ നാട്ടിൽ നിന്ന് അങ്ങനത്തെ കുറച്ച് കുട്ടികൾ ഉണ്ടാകണമെന്ന് നമ്മളെല്ലാവരും തീരുമാനിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വീഴ്ചകൾ പുറത്തു മാപ്പ് നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു അവരുടെ പ്രയാസങ്ങൾ നീക്കി കൊടുക്കുകയും രോഗങ്ങൾക്ക് ശമനം നൽകുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ أموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار وأدخلنا الجنة يا رب العالمين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم صل على محمد وعلى آله وأصحابه وسلم والحمد لله رب العالمين.